പക്ഷേ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. ദുബായിൽ ഇവരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സന്തോഷം തരുന്ന കാര്യമല്ലേ. ആ കിളികളുടെ ശബ്ദം അത് കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു നാട്ടിലുള്ള ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ എന്താണ് കറുത്ത തുമ്പി, ഇവിടുത്തെ കാലാവസ്ഥയിലും ഈ തുമ്പികളും അതുപോലെ ഈ ബട്ടർഫ്ലൈസൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഞാൻ ഈ പച്ചക്കറിയൊക്കെ നടാൻ തുടങ്ങിയതിന് ശേഷമാണ്. അത് നമ്മുടെ ചുവന്ന ചീരയാണ്. നാട്ടിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്നത്. ഉണ്ടായത് നമ്മുടെ മത്തൻ, വലിയ മത്തനായിരുന്നു അത്. കോവയ്ക്ക നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇനി നല്ല ചൂട് വരെ നമുക്ക് കോവയ്ക്ക കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ വഴുതനങ്ങ, പിന്നെ പയർ നല്ല നീളമുള്ള പയറാണ്. മല്ലിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിഷങ്ങൾ വരുന്നതെന്ന് പറയുന്നത് ഈ ഇലക്കറികളിലാണല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മുടെ മല്ലിയില നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. വലിയ പരിചരണമൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഈ മല്ലിയില, പുതിനയില അതുപോലുള്ളവ. പിന്നെ ചീര ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ തക്കാളി നല്ല വിളവുണ്ടാവും. ഒരു 4-5 തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. വലിയ പരിചരണമോ അല്ലെങ്കിൽ വലിയ വളത്തിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കിട്ടുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന, അതായത് കിച്ചണിൻ്റെ വേസ്റ്റ്, അതുപോലെ പിന്നെ എന്താണ് മീനൊക്കെ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വേസ്റ്റ്, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല വളമാണ്. അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് മണ്ണ് മേടിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ മണ്ണ് പുറത്തുനിന്ന് എങ്കിലും എടുത്തിട്ട് ഞാനതിൽ ഇട്ട് കൊടുക്കും. പിന്നെ ഈ വാട്ടർമെലോൺ എനിക്ക് 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് റാഡിഷാണ്, നല്ല റെഡ് കളറിലുള്ള റാഡിഷാണ്. പിന്നെ അതുപോലെ ചീര നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ വയലാന്നാണ് പറയുന്നത്. പുതിനയാണ്. മുരിങ്ങ ഞാൻ ഈ വർഷമാണ് ഞാനിത് നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കുറച്ച് വലുതായി സംഭവം. ഇത് പപ്പായയുടെ തൈയാണ്. പപ്പായൊന്നും പിടിച്ചില്ല, പപ്പായയുടെ തൈ മാത്രമേ ഉള്ളൂ. ഈ പീച്ചിങ്ങ, ഈ നരമ്പെന്ന് പറയും നമ്മുടെ നാട്ടിൽ നിന്ന്, ഇത് ഇഷ്ടം പോലെ കിട്ടി. ഇതൊരു 300-350 ബീച്ചിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ആകെ ഒരു ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഒരു സംഭവമായിട്ടുള്ളത്. ഒരു ചെടിയിൽ നിന്ന് തന്നെ എനിക്ക് അത്രയും വിളവ് കിട്ടി. നല്ല വിളവ് കിട്ടിയൊരു സംഭവമായിരുന്നു ഈ പീച്ചിങ്ങും അതുപോലെ വെള്ളരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻ്റൊക്കെ ഉള്ള പച്ചക്കറിയാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പച്ചക്കറി കഴിക്കണം എന്നാണ് പറയുന്നത്. ഒരു ദിവസം തന്നെ എനിക്കൊരു 10-30 നരമ്പൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. ഇത് വാട്ടർമെലോണിൻ്റെ ചെടിയാണ്. ഈ വാട്ടർമെലോൺ നല്ല പടർന്ന് പന്തലിച്ചു. പക്ഷേ എനിക്ക് ആകെ 3 വാട്ടർമെലോണേ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ മൈക്രോ ഗ്രീനാണ്. അതായത് ഈ എല്ലാം മുളപ്പിച്ചിട്ട്, ചെറുപയർ, ഉലുവ, കടുകൊക്കെ മുളപ്പിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ സൂപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സൂപ്പിലേക്ക് ഇടും. അത് അത്രയും നല്ലതാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കഴിക്കുന്ന ഇലയുടെ 4 ഇരട്ടിയോളം അധികം വിറ്റമിൻസ് അതിലുണ്ടെന്നാണ് പറയുന്നത്.
ഇത് രാമച്ചത്തിൻ്റെ ചെടിയാണ്. ഇത് ഇത്രയും ഒരു രാമച്ചത്തിന് കിട്ടിയതാണ് എനിക്ക്. ഇത് ബ്രോക്കോളിയുടെ തൈയാണ്. ഇതൊക്കെ തൈയായി വരുന്നതേ ഉള്ളൂ, ബ്രോക്കോളി ഒന്നും വന്നില്ല. ഇത് നമ്മുടെ കിഴങ്ങ്, അതായത് ചോളം. ഇത് വെളുത്തുള്ളിയുടെ ചെടിയാണ്. ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ നട്ടതൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ അറിയാണ്ട് മുളച്ച് വന്നതാണ്. പിന്നെ ഇതുപോലെ പൊട്ടാറ്റോ നട്ടതാണ് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ വളർന്ന് നല്ല ഒരു തൈയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബീട്രൂട്ടാണ്, ഞാൻ ഇവിടുന്ന് വിത്ത് മേടിച്ചിട്ടിട്ടതാണ്. ഇത് ക്യാരറ്റാണ്, ക്യാരറ്റിൻ്റെ തൈ. ഇതൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ. ഇതാണ് എൻ്റെ കോവയ്ക്ക. ഇവിടെ നല്ല തണലാണ്. ഇവിടെ മോനൊരു പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഞങ്ങളിങ്ങനെ ഇരിക്കും. നല്ല തണുപ്പാണ് ഇവിടെ. എന്താ വെച്ചാൽ അതായത് വീട്ടിൻ്റെ ഒരു കാൽഭാഗത്തോളം ഈ കോവയ്ക്ക ഇങ്ങനെ പടർന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു തണുപ്പാണ് ഇവിടെ. പിന്നെ നമ്മളെ വീട്ടിലായാലും നല്ല ചൂട് അനുഭവപ്പെടുന്നില്ല. നല്ലൊരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ക്യാബേജാണ്. ഇതിൻ്റെ വിത്ത് ഞാൻ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടതാണ്. ഒരു 4 ക്യാബേജോളം ഞാൻ പറിച്ചെടുത്തു. കറി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. വെള്ളരിക്ക എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒരു 4 ചെടിയേ ഉണ്ടായുള്ളൂ. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 100-110 പീസ് വെള്ളരിക്ക ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ചെറിയ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വലിയ, അതായത് ഒരു വെള്ളരിക്ക തന്നെ എനിക്ക് 1.800 എന്ന് വെച്ചാൽ 2 കിലോൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുമ്പളങ്ങയാണ്. എനിക്ക് വലിയ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ചെടി ഉണ്ടായിരുന്നു. പക്ഷെ കുറേ കുമ്പളങ്ങ എനിക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചീര ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ച് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ 2 ഇതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അന്നേരം സ്ഥലം ഉണ്ടായില്ല, ശരിക്കും പറഞ്ഞാൽ പാത്രങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അന്നങ്ങനെ ചെയ്തത്. പിന്നെ ഇതൊക്കെ ചീരയാണ്. ഇത് വയല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വയലയുടെ ചെടിയാണ്. ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. പച്ച കളറല്ല, നമ്മുടെ നാടൻ വെണ്ടയ്ക്കയാണ്. ഇത് കൂർക്കയുടെ ചെടിയാണ്. ഈ കൂർക്ക വലിയതായിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കൂർക്കയിൽ നിന്നൊന്നും കിട്ടിയില്ല. പാവയ്ക്ക, അതുപോലെ തക്കാളി.